വരെ ചെയ്തതല്ല ജീവിതം, ഇവിടെ വന്നതാണ് ജീവിതം എന്ന് മനസ്സിലായത്. വലിയൊരു അനുഭവമായി. അനുഭവം എന്ന് പറഞ്ഞാല് ഞങ്ങൾ വരുന്നത് തന്നെ ഭയങ്കര കഥയാണ്, പറഞ്ഞാൽ തീരുമെന്നറിയില്ല. അങ്ങനെ പറയാൻ പറ്റുമോ? വരുന്നത് ഞങ്ങൾ 6 ആൾ കൂടിയിട്ടാണ് വരുന്നത്. ശ്രീലങ്ക ഫ്ലൈറ്റിനാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ദുബായിൽ നിന്ന സ്വപ്നവും പുള്ളിത്തുണിയും വയക്കുറുക്കായിട്ട് ചാടിച്ചാടിയിട്ടാണ് കയറി വരുന്നത് തന്നെ. അപ്പോൾ ഇതായിട്ട് വരുമ്പോൾ ശ്രീലങ്കയിൽ വന്ന് 3-4 മണിക്കൂർ നിൽക്കണ്, അങ്ങനെ പോയിരുന്നു. അങ്ങനെ ഇവിടെ രാത്രി അബുദാബിയിൽ 12 മണി 11 മണി ആകുമ്പോഴാണ് വന്നിറങ്ങുക. 9 മണി 10 ആ ടൈമിലാണ് വന്നിറങ്ങുക. അങ്ങനെ അവിടുന്ന് തന്നെ പിക്കപ്പിൻ്റെ ബാക്കിൽ കുറേ ബെഡിൻ്റെ മുകളിൽ ഞങ്ങൾ ഇരുത്തിയിട്ട് വണ്ടിയിൽ കൊണ്ടുപോകും. പിക്കപ്പ് വലിയ പിക്കപ്പിൻ്റെ ബാക്കിൽ. അങ്ങനെ അതിൽ ഞങ്ങളെ കൊണ്ടുപോവാണ്. അങ്ങനെ ഞങ്ങൾ ഏത് വർഷമായിരുന്നു അത്? 2005. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പിക്കപ്പിലിട്ട് കൊണ്ടുപോകണം. അവർ ഓഫീസിൽ കൊണ്ടുപോണ്. ഓഫീസിൽ ചെന്നിരുന്നപ്പോൾ ഈ അവർ ഇൻ്റർവ്യൂ നടത്തണം തന്നെ, ഓരോരുത്തർക്ക് എത്ര ഇതുണ്ട് നോക്കാനാണ്. അങ്ങനെ ഒരാളിങ്ങനെ നടന്നു പോയപ്പോൾ അയാൾ പിന്നെ വരുന്നത് ബോധം കെട്ടിട്ടാണ് എൻ്റെ ഓഫീസിനുള്ളിൽ നിന്ന് വരുന്നത്. അയാൾ എന്തോ ഒരു പ്രശ്നമായിട്ട് പ്രഷർ കുറഞ്ഞിട്ട് എന്തോ ആണ്, ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അത് കണ്ടപ്പോൾ ഞങ്ങൾ ആകെ ബേജാറായി. അങ്ങനെ പിന്നെ അപ്പോഴത്തിന് 10 മണിയായി, അവർ ഓഫീസ് അടക്കാനായി. അപ്പോൾ ഇൻ്റർവ്യൂ നടത്താനാണ്. അങ്ങനെ എല്ലാവരും കൂടി പടപടാച്ചിട്ട് ഇൻ്റർവ്യൂ നടത്തുക. അപ്പോൾ ഇൻ്റർവ്യൂ നടത്തുന്നത് നമുക്ക് അറബി അറിയില്ല, ഹിന്ദി അറിയില്ല, ഒന്നും അറിയില്ല, മലയാളം മാത്രമേ അറിയുള്ളൂ. അങ്ങനെ വന്ന് ഇവർ എല്ലാവരും കൂടി ഇൻ്റർവ്യൂ നടത്തുക. അപ്പോൾ ഇവർ ചോദിക്കുന്നുണ്ട് പൈപ്പ് പൊട്ടിക്കുമ്പോൾ എന്ത് തേക്കണം. അപ്പോൾ എല്ലാവരും കൂടി സോൾവൻ പശ ഗ്ലൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര രസം. അങ്ങനെ പിന്നെ അവർ പറഞ്ഞ് എല്ലാവരും കൂടി പറയണ്ട, ഓരോരുത്തർ പറഞ്ഞു. അപ്പോൾ ഡ്രോയിങ് മറിച്ചിട്ട് പിന്നെ ഓരോരുത്തരോട് ചോദ്യം. അങ്ങനെ പിന്നെ നമ്മളൊക്കെ ഒരു കൂലി ഹെൽപ്പർ എന്നുള്ള നിലക്ക് ഞങ്ങളെല്ലാവരും മാറ്റി. 2 ആളെ മാത്രം ഒരു മെയിൻ പണിക്കാരെന്നു, ബാക്കിയുള്ളവർ 4 ആൾക്കാരെ കൂലി എന്നുള്ളതേക്കും മാറ്റി. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ റൂമിൽ പോവാം. അപ്പോഴും രാത്രി 12 മണിയായിട്ടായി. അപ്പോൾ അവിടെ റൂമിൽ ചെന്നപ്പോൾ 17 ആൾ ഒരു റൂമിൽ, ഒരു AC-യും ഒരു പുകയും ആകെ കാണുന്നത്. ഒരു 12 മണിയൊക്കെ കഴിക്കുന്നത്. അങ്ങനെ അതിനുള്ളിൽ പോയിട്ട് സാധനങ്ങളൊക്കെ വെച്ച് ഞങ്ങൾ ഭക്ഷണം ഉണ്ടായിരുന്നു, അത് തിന്ന് കിടന്ന് 4 മണിയാകുമ്പോൾ ഞങ്ങളെ വിളിച്ചോണത്തി ഡ്യൂട്ടിക്ക് പോകണം എന്നിട്ട് സൈറ്റ് പോകണമെന്നാണ്. അങ്ങനെ ഞങ്ങൾ ഡോർമലുണ്ട് ഞങ്ങളെ ഭക്ഷണം, അവർ ഞങ്ങളെ കൊടുന്ന ആൾക്കാരെ ഏൽപ്പിച്ചു. ആ ഭക്ഷണം എടുത്തുകൊണ്ട് 4 മണിയാകുമ്പോൾ ഞങ്ങൾ ബസ്സിൽ കയറി പോയി. ആ ഇട്ട തുണി കുപ്പായം നാട്ടിൽ നിന്ന് വരുന്ന ആ ഡ്രസ്സ് ഇട്ടുകൊണ്ട് തന്നെയാണ് സൈറ്റിക്കും പോണത്. അങ്ങനെ ആ പോക്ക് പോയി. ഫസ്റ്റ് ദിവസം തന്നെ പേരും ചീത്ത, ഈ മിസിരി ആ ടൈപ്പ് ആളുകളാണ്, ഭയങ്കര ചീത്ത. ഞങ്ങളിതിങ്ങനെ കേട്ടുകാണ് ചിരിക്കാണ്, കാരണം അറബി നമ്മൾ ഫസ്റ്റായിട്ട് കേൾക്കണം, അറിയില്ല. അങ്ങനെ പിന്നെ ഒരു പാകിസ്ഥാനിനെ വിളിച്ചപ്പോൾ ഇന്ത്യ ഞങ്ങൾക്ക് അറിയോ, അതും അറിയില്ല. അങ്ങനെ പിന്നെ അവർ വരച്ച് കാണിച്ചെന്ന് അങ്ങനെയൊക്കെ കുറേ സംസാരിച്ച് അങ്ങനെ പിന്നെ അവിടുന്ന് അങ്ങോട്ട് എന്താണ് ഏതാണെന്നൊക്കെ പഠിച്ച് എല്ലാം കഷ്ടപ്പെട്ട 3 വർഷം. കാരണം അവർ 9 മണിക്ക് ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ, നമ്മൾ 4 മണിക്ക് സൈറ്റിൽ പോകണം. അപ്പോൾ നമ്മൾ സെല്ലാജിയിൽ നിന്ന് ഇങ്ങനെ നെക്കിയിട്ട് വെള്ളം കുടിച്ചിട്ടാണ് പോണത്. നമുക്ക് രാവിലെ ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ മലയാളികളല്ല, വെള്ളം അറിഞ്ഞാൽ എന്തെങ്കിലും പണി നടക്കുള്ളൂ, ചാർജ് ആവുള്ളൂ. ഇത് ഇവർക്കതൊന്നും പറ്റൂല. നമ്മളെ ഇടങ്ങാറായി കുറച്ചാണ്ട് കഷ്ടപ്പെട്ട് പിന്നെ ശീലമായി. സെല്ലാജിന്ന് വെള്ളം കുടിക്കും, ഇത്ര ഭാഗമാണ്ട് കഴുകും, കണ്ണ് കേൾക്കൂല. സൈറ്റിൽ നിന്ന് വണ്ടിയിൽ ഇരുന്നൊരു സൈറ്റിക്ക് ഏകദേശം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ ഓടാണ്ടാവും. ആ സമയം കൂടി ഉറങ്ങും. എന്നിട്ട് സൈറ്റിൽ ഇറങ്ങിയിട്ടും ഈ ടിഫിൻ ബോക്സ് ഉണ്ടാവും. അപ്പോൾ ഞങ്ങള് 10 ആൾക്കാർ മെസ്സ് ഉണ്ടാവും. 10 ആക്കി 20 ആക്കുള്ള ഫുഡ് ഉണ്ടാക്കണം. കാരണം രാത്രി ഫുഡ് കഴിക്കണം, ഉച്ചക്ക് കൊണ്ടുപോകും വേണം. പിന്നെ 9 മണിക്ക് ഈ ഇന്റർവെല്ല് പറഞ്ഞ മാതിരി 9 മണിക്ക് രാവിലെ കഴിക്കും വേണം. കാരണം രാവിലെ ചായക്കടി ഇല്ലല്ലോ, ഇതിന്റെ ഒരു ടിഫിൻ ബോക്സ് കഴിക്കും 9 മണിക്ക്. 12 മണിക്ക് ശേഷം ഇതും കഴിക്കും, പിന്നെ അന്നത്തെ ഫുഡ് കഴിക്കും. അങ്ങനെയാണ് ജീവിതം. അന്ന് അങ്ങനെ ഇവിടെ എപ്പോഴും അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ ഈ ടിഫിൻ ബോക്സിൽ ഒരു ദിവസം പുളിങ്ങ ഏറെ പിഴിഞ്ഞ് പാർന്നില്ലെങ്കിൽ കറി കേടരും. കാരണം ചൂടാണ്, തിളക്കും, ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനൊക്കെ ആയിട്ട് അതിൽ ഏറ്റവും കഷ്ടപ്പെട്ടത് ബിൽഡിങ്ങിൽ പഠിക്കുമായപ്പോൾ ലിഫ്റ്റ് കേടായപ്പോൾ കുറച്ച് സിമെൻ്റ് ആവശ്യം വന്നു. അപ്പോൾ നമ്മളിത് മേലേക്ക് ലിഫ്റ്റ് ഇല്ലാതെ കയറണം. ഒരു കുപ്പി വെള്ളം തൊക്കിലും വെച്ചിട്ട് ഒരു കാച്ചാക്ക് സിമെൻ്റ് ആയിട്ട് മേലേക്ക് കയറിപ്പോവും. ഇത് അവിടെ എത്തുമ്പോൾ നമ്മൾ കുഴങ്ങും. എത്ര ഫ്ലോർ? അത് അന്ന് 21 ഫ്ലോറിൻ്റെ ബിൽഡിങ്ങാണ് ഉണ്ടാക്കുന്നത്. നമ്മളിതിൻ്റെ 10ാം നില അല്ലെങ്കിൽ 15, 20 അങ്ങോട്ട് ആണ്ട് കയറി പോകുമ്പോൾ തന്നെ നമ്മൾ കുഴങ്ങും. ഈ വെള്ളം 1.5 ലിറ്ററിൻ്റെ വെള്ളം തീരും. അപ്പോൾ തന്നെ വേർക്കും ചെയ്യും, പിന്നെ ഇത് തളരും ചെയ്യും, പിന്നെ അതിൻ്റെ പുറമെ മൂത്രയിക്കാൻ മുട്ടും ചെയ്യും. അപ്പൊ അതിന് എത്ര പ്രാവശ്യം കയറണം ഒരു ദിവസം? അത് ചിലപ്പോൾ എന്തെങ്കിലും സാധനം എടുക്കാൻ ചിലപ്പോൾ താഴത്തേക്ക് പോകേണ്ടി വരും, പിന്നെയും കയറേണ്ടി വരും. ലിഫ്റ്റ് കേടായാലാണ് പ്രശ്നം.
അല്ലെങ്കിൽ പിന്നെ ഈ ലിഫ്റ്റിൽ ഇറങ്ങാൻ വലിയൊരു ഓർമ്മയായിട്ട് ആ ഓ ഒരുപാട് ഓർമ്മകൾ